പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ ഏറ്റവും പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യൂട്യൂബിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർക്കും വീണ്ടും വരുന്ന നമ്മുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ സ്നേഹ വന്ദനങ്ങൾ അറിയിക്കുന്നു. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ആത്മീയ ദൂതാണ് നിങ്ങളോട് എനിക്ക് സംസാരിക്കാനുള്ളത്. അത് നമ്മുടെ വിശ്വാസത്തിനുണ്ടാകുന്ന കുലുക്കത്തെ പറ്റിയാണ്. വളരെയധികം പ്രതിസന്ധികൾ നിറഞ്ഞ ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്. വിശ്വാസത്തിനും വിശ്വാസ ജീവിതത്തിനും വെല്ലുവിളികൾ ഒരുപാടുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് നമ്മുടെ വിശ്വാസ ജീവിതം കുലുങ്ങിപ്പോകാതെ, വിശ്വാസത്തിന് ഇളക്കം തട്ടാതെ, നാം പ്രാപിച്ചിരിക്കുന്ന ആ പരിജ്ഞാനത്തിലും ദൈവത്തിൻ്റെ കൃപയിലും എങ്ങനെ നിലനിൽക്കണം, നമ്മുടെ വിശ്വാസത്തിന് വിരോധമായി വരുന്ന വലിയ വെല്ലുവിളികളെ എങ്ങനെ തരണം ചെയ്യണം, നമ്മുടെ വിശ്വാസം കുലുങ്ങിപ്പോകാതെ ദൈവത്തിലുള്ള അചഞ്ചലമായ ആ ഉറപ്പിൽ എങ്ങനെ ജീവിക്കാൻ കഴിയും, ഈ കാര്യമാണ് ഞാൻ നിങ്ങളോട് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. എല്ലാവരും വളരെ ശ്രദ്ധയോടെ ഈ വീഡിയോ മുഴുവൻ കാണണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം, ഒന്നാമത്തെ ലേഖനം 3-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ നമ്മുടെ തിരുവചന ധ്യാനത്തിനായിട്ട് നമുക്ക് വായിക്കാം. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 3-ാം അധ്യായം 1-2 വാക്യങ്ങൾ ഇങ്ങനെ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ആകയാൽ സഹിച്ചുകൂടാഞ്ഞിട്ട് ഞങ്ങൾ അഥേനയിൽ തനിച്ചിരിക്കേണ്ടി വന്നാലും വേണ്ടതില്ല എന്ന് വെച്ച് ഈ കഷ്ടങ്ങളിൽ ആരും കുലുങ്ങിപ്പോകാതിരിക്കേണ്ടതിന് നിങ്ങളെ സ്ഥിരപ്പെടുത്തുവാനും നിങ്ങളുടെ വിശ്വാസം സംബന്ധിച്ച് നിങ്ങളെ പ്രബോധിപ്പാനുമായിട്ട് നമ്മുടെ സഹോദരനും ക്രിസ്തുവിന്റെ സുവിശേഷ ഘോഷണത്തിൽ ദൈവത്തിന്റെ ശുശ്രൂഷകനുമായ തിമത്തിയോസിനെ അയച്ചു. തെസ്സലോനിക്ക സഭ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു. ആ സഭ സ്ഥാപിച്ചത് തന്നെ അപ്പോസ്തലനായ പൗലോസാണ്. പൗലോസിന്റെ 2-ാമത്തെ മിഷണറി യാത്രയിൽ താൻ ഒരു പ്രത്യേക ദർശനമനുസരിച്ച്, പ്രത്യേക വെളിപ്പാടനുസരിച്ച് യൂറോപ്പിലേക്ക് പോവുകയാണ്. നമുക്കറിയാം, മാസിഡോണിയൻ കോൾ എന്നറിയപ്പെടുന്ന ഒരു വലിയ ദർശനം. രാത്രിയിൽ ഒരു പുരുഷൻ കടന്നു വന്ന് ഞങ്ങളെ സഹായിക്കുക എന്ന് പറയുന്ന ആ ശബ്ദം കേട്ട് പൗലോസ് ആ മാസിഡോണിയൻ കോൾ അനുസരിച്ച് പോവുകയാണ്. ഫിലിപ്പിയിലേക്ക് പോവുകയാണ്. ഫിലിപ്പിയിൽ വന്നു. അവിടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവപ്രവൃത്തി ഉണ്ടായി. ഫിലിപ്പിയിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭയുണ്ടായി. ആ കാര്യം ഞാൻ വിശദീകരിക്കുന്നില്ല. ഫിലിപ്പിയിലെ സഭാ പ്രവർത്തനത്തിന് ശേഷം പൗലോസ് നേരെ അവിടുന്ന് തെസ്സലോനിക്കയിലേക്ക് വന്നു. പ്രൈസ് ദി ലോർഡ്. അതിനെക്കുറിച്ച് അപ്പോസ്തല പ്രവർത്തികൾ 17-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പൗലോസ് തെസ്സലോനിക്കയിൽ വന്ന് പ്രസംഗിച്ചു. ഇങ്ങനെയാണ് വായിക്കുന്നത്. പൗലോസ് അവിടുത്തെ പള്ളിയിൽ അല്ലെങ്കിൽ യഹൂദ സിനഗോഗിൽ 3 ആഴ്ച കർത്താവിന്റെ വചനം പ്രസംഗിച്ചു. അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ തന്നെ വായിക്കുന്നത്, ഞാൻ അത് വായിക്കാം. പൗലോസ് പതിവ് പോലെ അവരുടെ അടുക്കൽ ചെന്ന് 3 ശബത്തിൽ തിരുവെഴുത്തുകളെ ആധാരമാക്കി അവരോട് വാദിച്ചു. പ്രൈസ് ദി ലോർഡ്. എന്താണ് വാദിച്ചത്? 3-ാം വാക്യം, ക്രിസ്തു കഷ്ടമനുഭവിക്കുകയും മരിച്ചവരിൽ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടതെന്ന് ഞാൻ നിങ്ങളോട് അറിയിക്കുന്ന ഈ യേശു ക്രിസ്തു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ച് വിവരിച്ചു കൊണ്ടിരുന്നു. നോക്കണേ, യേശു ക്രിസ്തു അവിടുത്തെ മരണം, അവിടുത്തെ പുനരുത്ഥാനം, അതിനെക്കുറിച്ച് അവിടെ അവരോട് പ്രസംഗിച്ചു. തിരുവെഴുത്തുകളെ ആധാരമാക്കി അവൻ തന്നെയാണ് ക്രിസ്തു, ആ ക്രിസ്തു തന്നെയാണ് യേശു എന്ന് തെളിയിച്ചു പ്രസംഗിച്ചു. ആ യേശുവിലൂടെ അല്ലാതെ രക്ഷ പ്രാപിക്കാൻ കഴിയില്ല എന്ന സന്ദേശം തെസ്സലോനിക്കയിൽ പൗലോസ് പ്രസംഗിക്കുകയാണ്. എന്താണ് പ്രസംഗത്തിന്റെ റിസൾട്ട് ഉണ്ടായത്? 4-ാമത്തെ വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു. അവരിൽ ചിലരും ഭക്തിയുള്ള യവനന്മാരിൽ ഒരു വലിയ കൂട്ടവും മാന്യ സ്ത്രീകളിൽ അനേകരും വിശ്വസിച്ച് പൗലോസിനോട് ചേർന്നു. പ്രൈസ് ദി ലോർഡ്. ഒരു അത്ഭുതകരമായ ദൈവപ്രവൃത്തി അവിടെ നടന്നു. എന്താണ് ദൈവപ്രവൃത്തി നടന്നത്? ഒരു വലിയ കൂട്ടം അവിടെ വിടുവിക്കപ്പെട്ടു. ഭക്തിയുള്ള യവനന്മാരിൽ ഒരു വലിയ കൂട്ടം അവിടെ വിടുവിക്കപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. മാന്യരായ സ്ത്രീകൾ പലരും വിശ്വസിച്ചു. ഒരു കൂട്ടം അവിടെ കർത്താവിനെ അറിയുകയും രക്ഷിക്കപ്പെടുകയും തെസ്സലോനിക്കയിൽ ഒരു സഭ ഉണ്ടാവുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇങ്ങനെ ഒരു സഭാ കൂടിവരവുണ്ടായി. ആളുകൾ വിശ്വാസത്തിലേക്ക് കടന്നു വന്ന് ഒരാത്മീയ അനുഗ്രഹം ഉണ്ടായി കഴിഞ്ഞപ്പോൾ
നാം വായിക്കുന്നത് അവിടെ വലിയ പ്രതിസന്ധി ഉണ്ടായി. യഹൂദന്മാർ പൗലോസിനെതിരെ, സുവിശേഷകർക്കെതിരെ, അവിടുത്തെ പ്രവർത്തനത്തിനെതിരെ, വേലയ്ക്കെതിരെ വലിയ പ്രവർത്തനം, വലിയ തടസ്സങ്ങൾ ഉണ്ടാക്കി, വലിയ പ്രതികൂലങ്ങൾ ഉണ്ടാക്കി. പ്രൈസ് ദി ലോർഡ്. നാം വായിക്കുന്നത് പൗലോസിന് കൂടെയുള്ളവർക്ക് അവിടെ നിൽക്കുവാൻ കഴിയാതെ വണ്ണം അവരവിടുന്ന് പോകേണ്ട നിലയിൽ അവിടെ വലിയ കലക്കമുണ്ടായി, വലിയ പ്രതിസന്ധി ഉണ്ടായി, വലിയ പ്രശ്നങ്ങൾ, വലിയ കലഹങ്ങൾ തെസ്സലോനിക്ക പട്ടണത്തിലുണ്ടായി. പ്രൈസ് ദി ലോർഡ്. നാം വായിക്കുന്നത് പൗലോസും കൂടെയുള്ളവരും തെസ്സലോനിക്കയിലെ പ്രവർത്തനം അവസാനിപ്പിച്ച് അവിടെ നിന്ന് ബൊരോവയിലേക്ക് പോയി. പ്രൈസ് ദി ലോർഡ്. ബൊരോവയിൽ ചെന്ന് അവിടെയും ഇതുപോലെ സുവിശേഷം അറിയിക്കുകയും ഈ സത്യസുവിശേഷം വിളിച്ചു പറയുകയും ചെയ്തു. അവിടെയും ഒരു വലിയ ദൈവപ്രവൃത്തി ഉണ്ടായി. അവിടെയും സംഭവിച്ചത് തെസ്സലോനിക്കയിൽ ബഹളമുണ്ടാക്കിയ, പ്രശ്നമുണ്ടാക്കിയ അതേ യഹൂദ കൂട്ടുകെട്ട് ബൊരോവയിൽ വന്ന് അവിടെയും പ്രശ്നമുണ്ടാക്കി. നാം വായിക്കുന്നത് പൗലോസിന് ബൊരോവയിൽ നിന്നും പോകേണ്ടതായിട്ട് വന്നു. അവിടുന്ന് പൗലോസ് നേരെ പോയത് അഥേനയിലാണ്, കൊരിന്തിലേക്കാണ്. പ്രൈസ് ദി ലോർഡ്. കൊരിന്തിലേക്ക് പൗലോസ് പോയി. കൊരിന്തിലെ അഥേനയിൽ പൗലോസ് എത്തി. അവിടെ വന്നിട്ട് പൗലോസ്, നാം വായിക്കുന്ന വേദഭാഗത്തിന്റെ ആശയം അവിടെയാണ് അതിന്റെ പശ്ചാത്തലം. പൗലോസിന് തെസ്സലോനിക്കരെ കുറിച്ചുള്ള വലിയ ഉത്കണ്ഠ ഉണ്ടായി. അവരെങ്ങനെയായി കാണും? അവർ വിശ്വാസം നിലനിൽക്കുന്നുവോ? അവർ കുലുങ്ങിപ്പോയോ? അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടായോ? അവർ വിശ്വാസം നിലനിൽക്കാതെ തകർന്നു പോയോ? പൗലോസിന്റെ ആ ഇടയന്റെ ഹൃദയം വല്ലാതെ വേദനിച്ചു. പ്രൈസ് ദി ലോർഡ്. ആകുലമായി, അസ്വസ്ഥനായി. പ്രൈസ് ദി ലോർഡ്. പൗലോസ് തന്റെ കൂടെ ഉണ്ടായിരുന്ന തിമത്തിയോസിനെ അങ്ങോട്ട് അയക്കാൻ തീരുമാനിച്ചു. എന്തിനാണ്? തെസ്സലോനിക്കയിലെ ദൈവസഭയെ, അവിടെയുള്ള ദൈവജനത്തെ സ്ഥിരപ്പെടുത്തുവാൻ, വിശ്വാസത്തിൽ ഉറപ്പിക്കുവാൻ, ഈ കഷ്ടങ്ങളിൽ കുലുങ്ങിപ്പോകാതെ അവരെ വിശ്വാസത്തിൽ ഉറയ്ക്കുവാൻ അവരെ അടുക്കിലേക്ക് തിമത്തിയോസിനെ അയച്ചു. ഈ വിഷയമാണ് പശ്ചാത്തലമായിട്ടുള്ളത്. ഈ വിഷയമാണ് നമ്മൾ ഇന്ന് വായിച്ചു കേൾക്കുവാനിടയായത്. പ്രൈസ് ദി ലോർഡ്. പൗലോസ് കൊരിന്തിൽ ഏതാണ്ട് 1.5 വർഷം 18 മാസം സുവിശേഷ വേല ചെയ്തതായിട്ട് വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. ഈ 18 മാസം അനുഗ്രഹിക്കപ്പെട്ട വേല ചെയ്തു. സുവിശേഷകനായി അധ്വാനിക്കുന്നതോടൊപ്പം പകൽ കൂടാരപ്പണി ചെയ്ത് തന്റെ ഉപജീവനത്തിനുള്ള വക കണ്ടെത്തിയ അനുഗ്രഹീതനായ ദൈവമനുഷ്യൻ കൊരിന്തിലിരുന്നു കൊണ്ട് ആ 1.5 വർഷത്തിനകം പൗലോസ് 2 ലേഖനങ്ങൾ തെസ്സലോനിക്കയിലെ സഭയ്ക്ക് എഴുതി അയച്ചു. അതിലെ ആദ്യത്തെ ലേഖനം 3-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളാണ് നാം വായിച്ചു കേട്ടത്. ആ വേദഭാഗത്തിലൂടെ തെസ്സലോനിക്കയോട് പറയുകയാണ്, ഞാൻ അഥേനയിൽ തനിച്ചിരിക്കേണ്ടി വേണ്ടതില്ല എന്ന് വെച്ച് ഞാൻ ഈ കഷ്ടങ്ങളിൽ നിങ്ങൾ ആരും കുലുങ്ങിപ്പോകാതിരിക്കേണ്ടതിന് നിങ്ങളെ സ്ഥിരപ്പെടുത്തുവാനും വിശ്വാസം സംബന്ധിച്ച് ഉറപ്പിക്കുവാനും തിമത്തിയോസിനെ ഞാൻ അയച്ചു. ആ അയച്ച കാര്യം, നടന്നു കഴിഞ്ഞ കാര്യം അവരെ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ ഇങ്ങനെ നിങ്ങൾക്ക് വേണ്ടി കരുതുകയും നിങ്ങൾ നഷ്ടപ്പെട്ടു പോകുമോ, നിങ്ങൾ കുലുങ്ങിപ്പോകുമോ എന്ന് ഭയപ്പെട്ട് ഞാൻ തിമത്തിയോസിനെ നിങ്ങളുടെ അടുക്കിലേക്ക് അയച്ചു എന്ന കാര്യം പൗലോസ് ഇവിടെ എടുത്തു പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ ആ മനുഷ്യന്റെ ഹൃദയം എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു ഹൃദയമാണ്. ദൈവത്തിന്റെ സഭയെക്കുറിച്ചുള്ള ഭാരം, കരുതൽ, കഷ്ടങ്ങളിലായിരിക്കുന്ന, പ്രതിസന്ധിയിലായിരിക്കുന്നവർ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള വലിയ ഭയം ആ ദൈവദാസന്റെ അകത്ത് ഭരിച്ചു. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ജീവിതത്തിൽ പ്രതിസന്ധിയിലൂടെയും പ്രശ്നങ്ങളിലൂടെയും കടന്നു പോകുന്നവരെ കൂടുതൽ കരുതേണ്ടത് ആവശ്യമാണ്. കൂടുതൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. കാരണം ഏറ്റവും കൂടുതൽ ദൈവ വിശ്വാസത്തിൽ നിന്ന് അകന്നു പോകുവാൻ സാധ്യതയുള്ളത് പ്രശ്നമുള്ളപ്പോഴാണ്, പ്രതിസന്ധി വരുമ്പോഴാണ്. എല്ലാം സന്തോഷമായിരിക്കുമ്പോൾ, എല്ലാം നന്നായിരിക്കുമ്പോൾ ആർക്കും കുഴപ്പമില്ല. പക്ഷേ ജീവിതത്തിൽ ഒരു വെല്ലുവിളി വരുമ്പോൾ, ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ ആളുകൾ പിന്മാറിപ്പോകാൻ സാധ്യതയുണ്ട്, ദൈവവിശ്വാസത്തിൽ നിന്ന് പോകുവാൻ സാധ്യതയുണ്ട്. അത് വളരെ നന്നായി അറിയാവുന്ന പൗലോസ് ശ്ലീഹ അവരെ അവിടെ നിന്ന് അവരെ വിശ്വാസത്തിൽ ഉറപ്പിക്കേണ്ടതിന്, അവരെ ധൈര്യപ്പെടുത്തേണ്ടതിന്, അവരെ ബലപ്പെടുത്തേണ്ടതിന് തിമത്തിയോസിനെ അയക്കുന്ന കാര്യമാണ് നമ്മളിവിടെ വായിച്ചു കേൾക്കുവാനിടയായി തീർന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, എന്തിനാണ് തിമത്തിയോസിനെ അവിടേക്ക് അയച്ചത്? അവരെ വിശ്വാസത്തിൽ ഉറപ്പിക്കുവാൻ, അവരെ സ്ഥിരപ്പെടുത്തുവാൻ. എന്താണ് അവരുടെ പ്രശ്നം? പൗലോസ് ഭാരപ്പെടുന്നു, തെസ്സലോനിക്കർ ഈ കഷ്ടങ്ങളിൽ കുലുങ്ങുമോ? ജീവിതത്തിൽ കഷ്ടങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധി വരുമ്പോൾ കുലുങ്ങുവാനുള്ള സാധ്യത വളരെ പ്രധാനമാണ്. വിശ്വാസത്തിന് കുലുക്കം സംഭവിക്കാം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്ന് ആദ്യമായി പറയാൻ നിങ്ങളോട് ആഗ്രഹിക്കുന്ന കാര്യം, എത്ര ഉറപ്പോടെ ജീവിക്കുന്നവരാണെങ്കിലും, എത്ര ധൈര്യത്തോടെ ജീവിക്കുന്നവരാണെങ്കിലും, എത്ര കരുത്തന്മാരാണെങ്കിലും പ്രതിസന്ധി വന്നാൽ, കഷ്ടങ്ങൾ വന്നാൽ കുലുങ്ങാൻ സാധ്യതയുണ്ട്.
തെസ്സലോനിക്കരെ കുറിച്ച് നാം ഇതിന്റെ ഒന്നാമത്തെ ലേഖനം ഇവരെ കുറിച്ച് അവർ സുവിശേഷം സ്വീകരിച്ചതിനെ കുറിച്ചൊക്കെ പറഞ്ഞു വരുമ്പോൾ പൗലോസ് അഭിമാനത്തോടെ ഈ ലേഖനത്തിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ വിശ്വാസത്തെക്കുറിച്ച്, നിങ്ങളുടെ വിശ്വാസത്തിന്റെ വേലയെക്കുറിച്ച്, നിങ്ങളുടെ സ്നേഹപ്രയത്നത്തെക്കുറിച്ച്, നിങ്ങൾ സുവിശേഷം സ്വീകരിച്ച അനുഗ്രഹിക്കപ്പെട്ട മാതൃകയെക്കുറിച്ചൊക്കെ പൗലോസ് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ വളരെ കരുത്തോടെ, വളരെ സന്തോഷത്തോടെ, പ്രശ്നത്തിന്റെയും പ്രതികൂലത്തിനും നടുവില് സന്തോഷത്തോടെ വചനം സ്വീകരിച്ചവരാണ് അവര്, ഉറപ്പോടെ നിന്നവരാണ് അവര്. ഇതെല്ലാം പൗലോസിനറിയാം. പക്ഷേ പൗലോസ് ഇപ്പോൾ ഭയപ്പെടുകയാണ്. കാര്യമെന്താ? ഭയപ്പെടുവാനുള്ള കാരണം, എത്ര ഉറപ്പോടെ നിന്നവരാണെങ്കിലും പ്രതികൂലങ്ങൾ വർദ്ധിച്ചാൽ, പ്രശ്നങ്ങൾ വർദ്ധിച്ചാൽ, പ്രതിസന്ധികൾ വർദ്ധിച്ചാൽ കുലുങ്ങുവാനുള്ള സാധ്യതയുണ്ട്. താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിക്കാൻ നോക്കിക്കൊള്ളട്ടെ. ഉറച്ചു നിൽക്കുന്നു എന്ന് അവകാശപ്പെടുവാൻ ആർക്കും കഴിയില്ല. ഏതു നിമിഷവും കുലുങ്ങാനുള്ള സാധ്യതയുണ്ട്. ഏതു നിമിഷവും പ്രശ്നത്തിലേക്ക് വഴുതി പോകുവാനുള്ള സാധ്യതയിലാണ് നമ്മളായിരിക്കുന്നത്. കാരണം അത്രമാത്രം പ്രതിസന്ധികളാണ് നമ്മുടെ ജീവിതത്തിന് നേരെ ആഞ്ഞടിക്കുന്നത്. പ്രശ്നങ്ങൾ വർദ്ധിക്കും തോറും, പ്രതികൂലങ്ങൾ വർദ്ധിക്കും തോറും കുലുങ്ങുവാനുള്ള സാധ്യത ഉണ്ടെന്ന് നിങ്ങൾ അറിയണം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് കുലുങ്ങുക എന്ന് ഉപയോഗിച്ചിരിക്കുന്ന പദം അല്പം വിചിത്രമായ, വ്യത്യസ്തമായ ഒരു പദമാണ്. ഞാൻ ആ പദത്തെക്കുറിച്ച് പഠിച്ചപ്പോൾ അത്ഭുതപ്പെട്ടുപോയി. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, അത് ഒരു നായ തന്റെ വാലാട്ടുന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന പദമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. എന്താ അതിന്റെ അർത്ഥം? പ്രൈസ് ദി ലോർഡ്. യജമാനനെ കാണുമ്പോൾ അത് വിധേയത്വം പ്രകടിപ്പിക്കും, യജമാനനോട് അനുസരണം കാണിക്കും. യജമാനന്റെ മുമ്പിൽ ആഹാരം കാണുമ്പോൾ അതിനുവേണ്ടി അവർ അനുസരണയോടെ വാലാട്ടും. ഇതേ അർത്ഥം വരുന്ന പദമാണ്, അല്ലെങ്കിൽ ഇതേ പദമാണ്, ഇതേ വാക്കിന് ഉപയോഗിക്കുന്ന പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന കുലുങ്ങുക. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? പൗലോസ് ഭയപ്പെടുന്നു. ഈ കഷ്ടം, ഈ പ്രതിസന്ധി തെസ്സലോനിക്കരുടെ ഹൃദയത്തിൽ വിശ്വാസത്തെ മറിച്ചു കളയുമോ? ദൈവത്തോടുള്ള ഉറപ്പിനെ മറിച്ചു കളഞ്ഞിട്ട് അവർ കഷ്ടങ്ങളുടെ ഫലമായി, ഈ പ്രശ്നങ്ങളുടെ ഫലമായി ലോകവുമായിട്ട് സന്ധി ചെയ്യുമോ? ലോകത്തോട് അവരടുത്തു പോകുമോ? പിശാചുമായിട്ട് അവർ സന്ധി ചെയ്യുമോ? അവർ തിരികെ പിന്മാറ്റത്തിലേക്ക് പോകുമോ? ലോകത്തോട് അവർ വിധേയത്വം കാണിക്കുമോ? കഷ്ടങ്ങളെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ, കഷ്ടങ്ങളോട് വിധേയത്വം കാണിക്കുക എന്ന് പറഞ്ഞാൽ കഷ്ടങ്ങളോടല്ല. വാസ്തവത്തിൽ ആ കഷ്ടങ്ങൾ ഡിസൈൻ ചെയ്തത് വാസ്തവത്തിൽ പിശാചാണ്. ജനക്കൂട്ടമാണ് അവരുടെ നേരെ വന്നത്. പക്ഷേ ആ ജനക്കൂട്ടത്തിന് പിന്നിൽ വ്യാപരിക്കുന്ന പൈശാചിക ശക്തി പിശാചിന്റെയാണ്. പിശാച് അതിനകത്തൂടെ പറയുന്ന, കണക്കുകൂട്ടുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ. അതെന്താണെന്നറിയാമോ? ഈ പ്രശ്നങ്ങളെല്ലാം നിങ്ങളുടെ മേൽ വരുന്നത് നിങ്ങൾ എന്റെ മുമ്പിൽ വിധേയപ്പെടണം, എനിക്ക് അടിയറവ് പറയണം, എന്റെ മുമ്പിൽ നിങ്ങൾ വന്ന് വീഴണം. പ്രിയപ്പെട്ടവരെ, സകല പരീക്ഷകളും സകല പരീക്ഷണങ്ങളുടെയും ആത്യന്തിക റിസൾട്ട് ഉണ്ടാകാൻ പിശാച് ആഗ്രഹിക്കുന്നത് എല്ലാവരും ദൈവത്തെ ഉപേക്ഷിച്ച്, ദൈവത്തോടുള്ള അനുസരണം ഉപേക്ഷിച്ച്, ദൈവത്തോടുള്ള കടപ്പാടുകൾ മറന്ന്, ദൈവത്തോടുള്ള വിശ്വാസം മറന്ന് പിശാചിന്റെ അടുക്കൽ ചെന്ന് അവനെ മുമ്പിൽ വീഴണമെന്നാണ് സാത്താൻ എപ്പോഴും ആഗ്രഹിക്കുന്നത്. ഇന്ന് വചനം കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, നിങ്ങളോട് ഞാൻ പറയട്ടെ, നാം ഒരിക്കലും ആമേൻ സ്തോത്രം, കഷ്ടങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധി വരുമ്പോൾ, പ്രതികൂലങ്ങൾ വരുമ്പോൾ പിശാചുമായി സന്ധി ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ അവന്റെ മുമ്പിൽ വീഴാൻ പാടില്ല, അവന്റെ തന്ത്രങ്ങൾക്ക് വശപ്പെട്ടു പോകാൻ പാടില്ല. പകരം നാം കീഴടങ്ങേണ്ടത് ദൈവത്തോട് മാത്രമാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയണം, പിശാചിന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് നാം അവനെ വീണ് നമസ്കരിക്കണം. പ്രതികൂലം വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ നാം അവന്റെ വിധേയത്വത്തിൽ ജീവിക്കണം. സകല ലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നുവെന്ന് വചനം പറയുന്നു. അങ്ങനെയെങ്കിൽ ജീവിക്കുന്ന ദൈവമക്കളെ ഈ പിശാച് എപ്പോഴും പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, പ്രലോഭിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കഷ്ടങ്ങളുടെയും പ്രതിസന്ധികളുടെയും ഏക ലക്ഷ്യമെന്ന് പറയുന്നത് നമ്മൾ പിശാചിനെ ഭയപ്പെടണം. എന്നാൽ തിരുവെഴുത്ത് പറയുന്നത് നിങ്ങൾ ദൈവത്തെയാണ് ഭയപ്പെടേണ്ടത്. നിങ്ങൾ മനുഷ്യനെ അല്ല, വ്യക്തികളെ അല്ല നിങ്ങൾ ഭയപ്പെടേണ്ടത്, ദൈവത്തെയാണ്. കഷ്ടങ്ങളെ അല്ല നിങ്ങൾ ഭയപ്പെടേണ്ടത്. പലരും ഈ കഷ്ടങ്ങളുടെയും പ്രതിസന്ധികളുടെ നടുവിൽ ഭയപ്പെടുന്നതിന് കാരണം ഈ കഷ്ടങ്ങൾ എത്ര വലുതാണെന്ന് വരുമ്പോഴാണ്. കഷ്ടങ്ങളുടെ വലിപ്പം, അതിന്റെ തീവ്രത, അതിന്റെ ശക്തി അത് മനസ്സിലാക്കിയിട്ടാണ് ആളുകൾ ഈ കഷ്ടങ്ങളുടെ മുമ്പിൽ, പ്രതിസന്ധികളുടെ മുമ്പിൽ, പ്രശ്നങ്ങളുടെ മുമ്പിൽ വീണു പോകുന്നത്. പൗലോസ് ഭയപ്പെടുകയാണ്. തെസ്സലോനിക്കയിലെ വിശ്വാസികളെ ഈ വലിയ ജനക്കൂട്ടത്തിന്റെ പ്രശ്നം നിമിത്തം, ഈ ജനക്കൂട്ടത്തിന്റെ പ്രതികൂല നിമിത്തം വിശ്വാസം ഉപേക്ഷിച്ച് ആ ജനത്തെ അനുസരിക്കുമോ? വിശ്വാസം ഉപേക്ഷിച്ച് അല്ലെ അവർ മടങ്ങി വന്നതിലേക്ക് പോകുമോ? മടങ്ങി വന്ന ആ പാരമ്പര്യത്തിന് ഉദയപ്പെട്ടു പോകുമോ എന്ന് പൗലോസ് ഭയപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, സ്തോത്ര, പൗലോസിന്റെ ഹൃദയം ഒരിക്കലും അതിന് സമ്മതിച്ചില്ല. പൗലോസ് ആഗ്രഹിക്കുകയാണില്ല,
എന്ന ജനത്തെ ഞാൻ അതിന് വിടില്ല. പ്രിയപ്പെട്ടവരെ, പിശാച് ഏറ്റവും കൂടുതൽ പ്രതികൂലങ്ങൾ വർദ്ധിപ്പിക്കുന്ന എന്തിനാണെന്നറിയാമോ? നാം അവന്റെ മുമ്പിൽ വീഴണം, കർത്താവിനെ ഉപേക്ഷിക്കണം, വിശ്വാസം തള്ളിക്കളയണം. നമുക്കറിയാം, ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ അവർ തീച്ചുളയിൽ ഇടുവാൻ കൽപ്പിച്ചു. അതിന് കാരണം രാജകൽപ്പന അവർ ലംഘിച്ചു. ഞാൻ ദാനിയേൽ പ്രവചനം 3-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: ഇവരനുസരിക്കാതിരുന്നപ്പോൾ നെബൂഖദ്നേസറിന്റെ കോപം മുഴുത്തു. ശദ്രക്കിന്റെയും മേശക്കിന്റെയും അബേദ്നെഗോവിന്റെയും മുമ്പിൽ നേരെ അവന്റെ മുഖഭാവം മാറി. സ്തോത്രം. ചൂള പതിവായി ചൂട് പിടിപ്പിക്കുന്നതിനേക്കാൾ 7 മടങ്ങ് കൂടുതൽ ചൂട് പിടിപ്പിക്കാൻ കൽപ്പിച്ചു. എന്തിനാണെന്നറിയുമോ ഈ ചൂട് കൂട്ടുന്നത്? എന്തിനാണെന്നറിയുമോ ഈ പ്രതിസന്ധികൾ വരുന്നത്? എന്തിനാണെന്നറിയോ ഈ പ്രശ്നങ്ങൾ വരുന്നത്? നാം, സ്തോത്രം, അവരെ അനുസരിക്കണം. നാം പിശാചിനെ അനുസരിക്കണം. നാം, അല്ലേ, സ്തോത്രം, ആരാണോ ഈ പ്രതിസന്ധികളുമായി വരുന്നത് അവരുടെ ഇഷ്ടത്തിന് കീഴ്പ്പെടണം. ലോകത്തിന്റെ ഇഷ്ടത്തിന് നീ വഴിപ്പെടണം. പിശാചിന്റെ പദ്ധതികൾക്ക് നീ നിന്റെ വിശ്വാസം അടിയറ വെക്കണം. പൗലോസ് ഭയപ്പെടുകയാണ്. തെസ്സലോനിക്കയിലെ വിശ്വാസികൾ അങ്ങനെ ഭയപ്പെടുമോ? പക്ഷെ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയട്ടെ, അനേകം ജനങ്ങൾ ഇതുപോലെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും വന്നപ്പോൾ ആ പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും കഷ്ടങ്ങളുടെയും നടുവിൽ കീഴടങ്ങി ഈ കർത്താവിന്റെ നാമത്തെ അവരുപേക്ഷിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രശ്നങ്ങൾ വർദ്ധിച്ചപ്പോൾ, പ്രതിസന്ധികൾ വർദ്ധിച്ചപ്പോൾ നമുക്കറിയാം, ചിലരൊക്കെ മടങ്ങിപ്പോയിട്ടുണ്ട്. ചിലരൊക്കെ ദൈവത്തെ ഉപേക്ഷിക്കാൻ തയ്യാറായിട്ടുണ്ട്. വിശ്വാസം തള്ളിക്കളയുവാനിടയായിട്ടുണ്ട്. കാരണം പ്രതികൂലത്തെ സഹിക്കുവാൻ അവർക്ക് കഴിയുന്നില്ല. അവർക്ക് കുലുക്കം സംഭവിച്ചു. അവർ കുലുങ്ങി തുടങ്ങി. നമുക്കറിയാം, കുലുങ്ങിയാൽ അത് വേഗത്തിൽ വീഴുവാനിടയായിത്തീരും. എന്നാൽ തിരുവെഴുത്ത് പറയുന്നത് നാം വിശ്വാസത്തിൽ കുലുങ്ങാത്തവരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: പ്രിയമുള്ളവരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും, നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ ഉയർച്ചമല്ല എന്നറിഞ്ഞിരിക്കാൻ കർത്താവിന്റെ വേലയിൽ വർദ്ധിച്ചു വരുന്നവരുമാകുവിൻ. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് പ്രശ്നങ്ങളുടെ നടുവിൽ കുലുങ്ങാൻ പാടില്ല, കുലുങ്ങുവാൻ പാടില്ല. പ്രശ്നങ്ങളെ ഭയപ്പെട്ട്, പ്രതിസന്ധികളെ ഭയപ്പെട്ട്, അല്ലെ, അനുസരിച്ച് നാം കീഴടങ്ങുവാൻ പാടില്ല. തിരുവെഴുത്ത് പറയുന്നത് നാം, അല്ലെ, ദൈവത്തിന്റെ മുമ്പിൽ കീഴടങ്ങുക, പിശാചിനോട് എതിർത്ത് നിൽക്കുക, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. പ്രൈസ് ദി ലോർഡ്. പിശാചിന്റെ എക്കാലത്തെയും ആഗ്രഹം നമ്മൾ അവന് കീഴടങ്ങണം, അവന്റെ ഇംഗിതത്തിന് കീഴടങ്ങണം. യേശുവിന്റെ അടുക്കൽ വന്നും പിശാച് എന്താ പറഞ്ഞത്? വീണെന്നെ ഒന്ന് നമസ്കരിച്ചാൽ ഞാനിതൊക്കെ നിങ്ങൾക്ക് തരാം. ഞാൻ നിങ്ങളുടെ രഹസ്യം പറയാം. 2 രീതിയിലാണ് ലോകവും പിശാചുമൊക്കെ വിശ്വാസിയെ തകർക്കുവാനായി പദ്ധതി ഇടുന്നത്. 2 രീതിയിലാണ്. ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് മുമ്പിൽ പല ഓഫറുകൾ വെച്ചിട്ട, അല്ലെങ്കിൽ പലതും വാഗ്ദാനം ചെയ്ത. യേശുവിനോട് പറഞ്ഞു, എന്നെ വീണ് നമസ്കരിച്ചാൽ ഞാനിതൊക്കെയും തരും. ഇതുപോലെ ലോകം പലതും നമുക്ക് ഓഫർ ചെയ്യുന്നുണ്ട്. മനുഷ്യര് പലതും ഓഫർ ചെയ്യുന്നുണ്ട്. ദൈവത്തെ ഉപേക്ഷിച്ചാൽ, വിശ്വാസം ഉപേക്ഷിച്ചാൽ, ഈ വിശ്വാസത്തിന് വേണ്ടി, അല്ലെ, വില കൊടുക്കാതെ ഇതിനെ ഉപേക്ഷിച്ചാൽ നമുക്കിവിടെ പലതും നേടാൻ കഴിഞ്ഞേക്കാം. പൗലോസ് തന്നെ ദേമാസിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു: ദേമാസ് ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ട് തെസ്സലോനിക്കയിലേക്ക് പോയി. പ്രിയപ്പെട്ടവരെ, ലോകം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, വല്ലാതെ ആകർഷിപ്പിക്കുന്നതാണ്. ലോകത്തിലെ, അല്ലെ, സുഖങ്ങൾ, ഇവിടുത്തെ നേട്ടങ്ങൾ, ഇവിടുത്തെ സ്ഥാനങ്ങൾ, മാനങ്ങൾ, ഇതെല്ലാം മനുഷ്യന് മുമ്പിൽ വെച്ച് നീട്ടിയിട്ട്, അല്ലെ, ഈ ദൈവവിശ്വാസത്തെ ത്യജിക്കുവാൻ ആളുകളോട് ആവശ്യപ്പെടുകയാണ്. അവർക്ക് സ്ഥാനത്തിനു വേണ്ടിയും നേട്ടത്തിനു വേണ്ടിയും ഭൗതിക സൗകര്യങ്ങൾക്ക് വേണ്ടിയും മാത്രമായി ജീവിക്കുന്നവരെ വിശ്വാസത്തെ ത്യജിക്കുവാനുള്ള സാധ്യതയുണ്ട്. പലതും കണ്ട് മോഹിപ്പിച്ചാണ് ലോകം, പിശാച്, ലോകം, ജഡം, പിശാച് നമ്മെ ആകർഷിക്കുന്നത്, വശീകരിക്കുന്നത്. എന്നാൽ രണ്ടാമത്തെ പദ്ധതിയാണ് ഈ മോഹങ്ങളിൽ വീഴാത്തവരെ, അല്ലെങ്കിൽ ഓഫറുകളിൽ വീഴാത്തവരെ. രണ്ടാമത്തെ പിശാചിന്റെ പദ്ധതി എന്ന് പറയുന്നത് അവന് പിന്നെ തടസ്സം ചെയ്യുക എന്നുള്ളതാണ്, പ്രശ്നമുണ്ടാക്കുക എന്നുള്ളതാണ്, പ്രതികൂലം വരുത്തുക എന്നുള്ളതാണ്, നന്മകൾ മുടക്കുക എന്നുള്ളതാണ്, അനുഗ്രഹങ്ങൾക്ക് വിഘാതം വരുത്തുക എന്നുള്ളതാണ്, കഷ്ടത വരുത്തുക എന്നുള്ളതാണ്. ഇതവന്റെ രണ്ടാമത്തെ പദ്ധതിയാ. തെസ്സലോനിക്കയിൽ അവൻ വെളിപ്പെടുത്തിയത് ഈ രണ്ടാമത്തെ പദ്ധതിയാ. എന്താണെന്നറിയാമോ? കഷ്ടതകൾ, പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ, സാമ്പത്തികമായ തകർച്ചകൾ, ബുദ്ധിമുട്ടുകൾ. ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളെ കർത്താവിന്റെ വിശ്വാസത്തിൽ നിന്ന്, ഈ ദൈവിക അനുഭവത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ, മടക്കി കൊണ്ടുവരുവാൻ പിശാചി 2 തന്ത്രങ്ങളും പ്രയോഗിച്ചേക്കാം. ഒന്ന്, ആമേശ്വര പലരോടും പറയാറില്ലേ, നീ നിന്നിടത്ത് നിന്നിരുന്നെങ്കിൽ, ആയിരുന്നെങ്കിൽ ഇതിലും മെച്ചമായ ഒരു ജീവിതം നിനക്കുണ്ടാകുമായിരുന്നു, ഇതിലും മെച്ചമായ ജോലി ഉണ്ടാകുമായിരുന്നു, ഇതിലും മെച്ചമായ നന്മ ഉണ്ടാകുമായിരുന്നു, നല്ല വിവാഹം നടക്കുമായിരുന്നു, നല്ല കാര്യങ്ങളൊക്കെ ലഭിക്കുമായിരുന്നു. ഇതൊക്കെ ഓഫറുകളാണ്. പലരും ഇതിൽ വീഴുകയാണ്. രണ്ടാമത്തെ കാര്യം,
ആ ഓഫറിലൊന്നും വീഴാതെ പിടിച്ചു നിൽക്കുന്ന, ഉറച്ചോടെ നിൽക്കുന്ന, ധൈര്യത്തോടെ നിൽക്കുന്നവർക്ക് രണ്ടാമത്തെ വിഷയം നിങ്ങൾക്കറിയാം. രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് തടസ്സങ്ങളാണ്, പ്രതികൂലങ്ങളാണ്. നന്മകൾ മുടങ്ങുകയാണ്, അനുഗ്രഹങ്ങൾ മുടങ്ങുകയാണ്, രോഗവും പ്രതിസന്ധികളും പ്രശ്നങ്ങളും വരുത്തുകയാണ്. ആത്യന്തിക ലക്ഷ്യം നിന്നെ ഒന്ന് കുലുക്കണം. ആത്യന്തിക ലക്ഷ്യം നിന്റെ വിശ്വാസത്തെ പിടിച്ചൊന്ന് കുലുക്കണം. ആത്യന്തിക ലക്ഷ്യം നീ ലോകത്തോട് സന്ധി ചെയ്യണം. ആത്യന്തിക ലക്ഷ്യം പിശാചിന് മുമ്പിൽ നിന്റെ വിശ്വാസ ജീവിതത്തെ അടിയറവ് വെക്കണം. പ്രിയപ്പെട്ടവരെ, അപ്പോസ്തലനായ പൗലോസ് ഭയപ്പെടുകയാ. തെസ്സലോനിക്കയിലെ വിശ്വാസികൾ ഈ കഷ്ടതയുടെ നടുവിൽ, ഈ പ്രശ്നത്തിന് നടുവിൽ അവരുടെ വിശ്വാസം കുലുങ്ങിപ്പോകുമോ? അവർ പിശാചിന് മുമ്പിൽ, ലോകത്തിന് മുമ്പിൽ, അവരുടെ പാരമ്പര്യങ്ങൾക്ക് മുമ്പിൽ അവരുടെ വിശ്വാസം അടിയറവെക്കുമോ? പൗലോസ് എന്ന ദൈവ മനുഷ്യൻ ഭയപ്പെടുകയാണ്. അദ്ദേഹം വല്ലാതെ സങ്കടപ്പെടുകയാണ്. അദ്ദേഹത്തിന് അസ്വസ്ഥനാകുകയാണ്. അദ്ദേഹം അസ്വസ്ഥപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ അദ്ദേഹം ഒരു കാര്യം തീരുമാനിച്ചു. അവരെ അവിടുന്ന് അവരെ അതിന് വിട്ടുകൊടുക്കാൻ പാടില്ല. വിശ്വാസികളെ വിട്ടുകൊടുക്കാൻ പാടില്ല. അവരെ വിശ്വാസത്തിൽ സ്ഥിരപ്പെടുത്തണം, അവരെ ഉറപ്പിക്കണം. അതിന് പൗലോസ് തന്റെ കൂടെയുള്ള തിമോത്തിയോസിനെ അയക്കുവാനായി തീരുമാനിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആരാണ് ഈ തിമോത്തിയോസ്? അപ്പോസ്തലനായ പൗലോസ് എന്തുകൊണ്ടാണ് തിമോത്തിയോസിനെ അവിടേക്ക് പറഞ്ഞു വിടുവാൻ തീരുമാനിച്ചത്? കഷ്ടങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധി വരുമ്പോൾ നാം കുലുങ്ങിപ്പോകാതിരിക്കാൻ എന്തു ചെയ്യണം എന്ന ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് വിശ്വാസത്തിൽ പ്രബോധനം ലഭിക്കണം, നമ്മെ സ്ഥിരപ്പെടുത്തണം. പ്രൈസ് ദി ലോർഡ്. പൗലോസ് ഈ ഒരു വലിയ മിഷൻ പൂർത്തീകരിക്കാനായിട്ട് തിമോത്തിയോസ് എന്ന് പറയുന്ന യൗവനക്കാരനായ ദൈവമനുഷ്യനെ അയക്കുകയാണ്. എന്തുകൊണ്ടാണ് പൗലോസ് തിമോത്തിയോസിനെ അയച്ചത്? ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കാനിടയായി. തന്റെ കൂടെ ഉണ്ടായിരുന്ന ആരെ അയക്കണമെന്ന് പൗലോസ് ചിന്തിച്ചപ്പോൾ പൗലോസിന് ഒരു സംശയമില്ല, തിമോത്തിയോസിനെ തന്നെ അയക്കണം. എന്താണ് അതിന് കാരണം? 3 കാരണം ഞാൻ പറയാം. ഒന്ന്, ഈ തിമോത്തിയോസിന്റെ അകത്ത് നിർവ്യാജ വിശ്വാസമുണ്ടായിരുന്നു. തിമോത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ പൗലോസ് തിമോത്തിയോസിന്റെ നിർവ്യാജ വിശ്വാസത്തെ കുറിച്ച് എടുത്തു പറയുന്നത് നാം ആ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്. പൗലോസ് പറയുകയാണ്, ഞാൻ പൂർവന്മാരുടെ ദൃഷ്ടാന്തമനുസരിച്ച് നിർമ്മല മനസാക്ഷിയോടെ ആരാധിക്കുന്ന ദൈവത്തിന് നിന്റെ നിർവ്യാജ വിശ്വാസത്തിന്റെ ഓർമ്മ നിമിത്തം സ്തോത്രം ചെയ്യുന്നു. നോക്കണേ, തിമോത്തിയോസ് ആരാ? നിർവ്യാജ വിശ്വാസമുള്ളവൻ. എന്തിനാ തിമോത്തിയോസിനെ മിഷൻ അയക്കുന്നത്? തെസ്സലോനിക്കയിലെ പ്രശ്നം എന്താണ്? വിശ്വാസത്തിനെതിരെയുള്ള വെല്ലുവിളി. പ്രൈസ് ദി ലോർഡ്. ആ വിശ്വാസത്തിനെതിരെയുള്ള വെല്ലുവിളിക്ക് പരിഹാരം ചെയ്യുവാൻ നിർവ്യാജ വിശ്വാസമുള്ള അഭിഷിക്തനെ തന്നെ അവിടെ അയക്കണമായിരുന്നു. അതുകൊണ്ടാണ് പൗലോസ് തിമോത്തിയോസിനെ അയച്ചത്. വചനം കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, വിശ്വാസത്തിൽ ഒരാളെ ഉറപ്പിക്കണമെങ്കിൽ നിർവ്യാജ വിശ്വാസം ഉള്ള ഒരാൾക്ക് മാത്രമേ പറ്റുകയുള്ളൂ. സ്തോത്രം. ഒരാൾ പ്രസംഗം കേട്ടോ, ഉപദേശം കേട്ടോ, വചനം കേട്ടോ വിശ്വാസത്തിൽ ഉറയ്ക്കണമെങ്കിൽ പറയുന്നയാളുടെ അകത്ത് നിർവ്യാജ വിശ്വാസം ഉണ്ടായിരിക്കണം. ഒരു കളങ്കവുമില്ലാത്ത ഉറപ്പുള്ള വിശ്വാസം ഉണ്ടായിരിക്കണം. പ്രിയപ്പെട്ടവരെ, അനേകരുടെ വിശ്വാസങ്ങൾക്ക് ക്ഷതമേറ്റുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത്, അനേകർ വിശ്വാസത്തിൽ നിന്ന് പുറകോട്ട് പോകുവാൻ പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാലത്ത് അനേകരെ ഉറപ്പിക്കുവാൻ, ക്രിസ്തുവിൽ ഉറപ്പിക്കുവാൻ തിമോത്തിയോസിനെ പോലെ അടിയുറച്ച, വ്യാജമില്ലാത്ത, കറകളഞ്ഞ ദൈവവിശ്വാസമുള്ള അഭിഷിക്തന്മാർ, ദൈവജനം എഴുന്നേൽക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ട് തിമോത്തിയോസിനെ അയച്ചു? തിമോത്തിയോസ് നിർവ്യാജ വിശ്വാസം ഉള്ളവനായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. രണ്ടാമത്തെ കാര്യം, എന്തുകൊണ്ട് പൗലോസ് തിമോത്തിയോസിനെ അയച്ചു എന്ന് ചോദിച്ചാൽ, തിമോത്തിയോസിനെ കുറിച്ച് പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്. ആ ലേഖനത്തിൽ പരാമർശം, തിമോത്തിയോസെ, നിന്നെ കുറിച്ച് ഉണ്ടായ പ്രവചനങ്ങൾക്ക് ഒത്തവണ്ണം ഞാൻ ഈ ആജ്ഞ നിനക്ക് ഏൽപ്പിക്കുന്നു. നീ വിശ്വാസവും നല്ല മനസാക്ഷിയുമുള്ളവനായി അവയെ അനുസരിച്ച് യുദ്ധസേവ ചെയ്യുക. തിമോത്തിയോസിനെ അയക്കാനുള്ള രണ്ടാമത്തെ കാരണം, തിമോത്തിയോസിനെ നാം ഇങ്ങനെ വായിക്കുന്നു, അവന് നല്ല മനസാക്ഷി ഉണ്ടായിരുന്നു. പൗലോസിന് ഉറപ്പാ. കാരണം നിർവ്യാജ വിശ്വാസമുള്ളവനായിരുന്നു തിമോത്തിയോസ്. അത് പൗലോസിന് ഉറപ്പുള്ള കാര്യമാണ്. നിർവ്യാജ വിശ്വാസമുള്ള തിമോത്തിയോസിന്, സ്തോത്രം, നല്ല മനസാക്ഷി ഉണ്ടെന്ന് പൗലോസിന് ഉറപ്പായിരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത്, നീ നല്ല മനസാക്ഷി ഉള്ളവനായി, വിശ്വാസവും നല്ല മനസാക്ഷിയും ഉള്ളവനായി, സ്തോത്രം, യുദ്ധസേവ ചെയ്യുക. എന്തുകൊണ്ടാ തിമോത്തിയോസിനെ എടുത്തത്? പൗലോസിനറിയാം, നിർവ്യാജ വിശ്വാസമുള്ള തിമോത്തിയോസ് നല്ല മനസാക്ഷിയോടെ അവിടെ ചെന്ന് യുദ്ധസേവ ചെയ്യും. ശക്തമായി അവരെ നിർത്തും, അവരെ ഉറപ്പിച്ച് നിർത്തും, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, അവരെ വചനം പറഞ്ഞ് ഉറപ്പിക്കും. ഈ ഉറപ്പ് പൗലോസിനുള്ളത് കൊണ്ടാണ് താരതമ്യേന യൗവനക്കാരനായ ഈ മനുഷ്യനെ, ഈ യൗവനക്കാരനെ, ഈ അഭിഷിക്തനെ അവിടേക്ക് അയക്കാനിടയായത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ,
പ്രിയപ്പെട്ട സഹോദരിമാരെ, പ്രിയപ്പെട്ട ദൈവജനമേ, അനേകർ വിശ്വാസത്തിൽ നിന്ന് പിന്മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തില്, അനേകർ ഈ ലോകത്തിന്റെ ആകർഷണത്തിൽപ്പെട്ട് അതിനെ അടിമപ്പെട്ടു പോയിരിക്കുന്ന ഈ കാലത്തില് അനേകരെ തിരിച്ചു കൊണ്ടുവരുവാൻ, അനേകരെ വിശ്വാസത്തിൽ ഉറപ്പിക്കുവാൻ, അനേകരെ കരുത്തോടെ നിർത്തുവാൻ തിമോത്തിയോസിനെ പോലെ നിർവ്യാജ വിശ്വാസമുള്ള, നല്ല മനസാക്ഷിയുള്ള, അനുഗ്രഹിക്കപ്പെട്ട അഭിഷിക്തന്മാർ, യുദ്ധസേവ ചെയ്യുന്ന അഭിഷിക്തന്മാർ ദേശത്തിൽ നിൽക്കട്ടെ. തലമുറകളെ അവർ വിശ്വാസത്തിലേക്ക് മടക്കി വരുത്തട്ടെ. സ്വതന്ത്രം ഈ ലോകത്തിന്റെ ആകർഷണ വലയത്തിൽ കുടുങ്ങിയ അനേകരെ തിരിച്ചു കൊണ്ടുവരുവാൻ അഭിഷിക്തന്മാർ എഴുന്നേൽക്കട്ടെ. ദൈവജനം അതിനു വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. അവിടെ നല്ല മനസാക്ഷി എന്ന പദം പൗലോസ് ഉപയോഗിച്ചതിന് പിന്നിൽ ഞാനൊരു കാര്യം കൂടെ കാണുന്നു. മറ്റൊന്നുമല്ല പ്രിയപ്പെട്ടവരെ, സ്തോത്ര പൗലോസ് തന്നെ പറയുന്നുണ്ട്, ഈ തിമോത്തിയോസിനോട് പറയുക, തിമോത്തിയോസേ, സ്തോത്രം, അനേകരെ അവരുടെ നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞിട്ട് സ്തോത്രം അവരുടെ വിശ്വാസ കപ്പൽ തകർന്നു പോയിരിക്കുന്നു. ഹുമനയോസും അലക്സാണ്ടറും ആ കൂട്ടത്തിലുള്ളവരാകുന്നു. മനസാക്ഷി, നല്ല മനസാക്ഷി ഒരാൾ തള്ളിക്കളഞ്ഞാൽ അവരുടെ വിശ്വാസ കപ്പൽ തകരും. പ്രൈസ് ദി ലോർഡ്. ഈ നല്ല മനസാക്ഷിയാണ് ദൈവത്തോടും മനുഷ്യനോടുമുള്ള കുറ്റമറ്റ മനസാക്ഷിയാണ് വിശുദ്ധ ജീവിതത്തിന് പ്രേരിപ്പിക്കുന്നത്, വിശ്വാസത്തെ മുറുകെ പിടിക്കാൻ പ്രേരിപ്പിക്കുന്നത്, ഒരു ദൈവവേദന തുടരുവാൻ പ്രേരിപ്പിക്കുന്നത്. ആ മനസാക്ഷി എന്ന് പോയാൽ എന്തിനുമായിട്ടും സമരസപ്പെടുവാനും, ഏതുമായി കോംപ്രമൈസ് ചെയ്യാനും, എന്തിനു വേണ്ടിയും ജീവിതത്തെയും വിശുദ്ധിയെയും നഷ്ടപ്പെടുത്തുവാനും, പ്രാഗൽഭ്യത്തെ നഷ്ടപ്പെടുത്തുവാനും മനുഷ്യൻ തയ്യാറാകും. ഇന്ന് അനേകര് ദൈവം അവർ കൂടുതൽ നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞിട്ട് ഒരു മനസാക്ഷി കുത്തുമില്ലാതെ പാപം ചെയ്ത അധികാരത്തിനു വേണ്ടിയും ലാഭത്തിനു വേണ്ടിയും ഒക്കെ ലോകത്തോടും മനുഷ്യനോടും ഒക്കെ സന്ധി ചെയ്ത് വിശ്വാസത്തിൽ നിന്ന് അവരുടെ അനേകളുടെ വിശ്വാസക്കപ്പൽ തകർന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതാ വിശ്വാസത്തിന് വേണ്ടി സ്ഥിരതയോടെ നിൽക്കുന്ന അഭിഷിക്തൻ തിമോത്തിയോസ് എന്ന് പറയുന്ന ദൈവ മനുഷ്യൻ നല്ല മനസാക്ഷിയുള്ളവനായി യുദ്ധസേവ ചെയ്യുന്നവനാ. ഇങ്ങനെ ഒരാളെ തെസലോനിക്കയിലേക്ക് അയച്ചാൽ അവരെ ഉറപ്പിക്കാൻ കഴിയുമെന്ന് പൗലോസിന് ഉറപ്പുണ്ട്. പ്രിയരേ, സ്തോത്രം, നിർവ്യാജ വിശ്വാസവും നല്ല മനസാക്ഷിയുമുള്ള പ്രിയപ്പെട്ടവർ, ദൈവദാസന്മാർ, അഭിഷിക്തന്മാർ, ജനങ്ങൾ എവിടെ എഴുന്നേൽക്കുമോ അവിടെ ജനങ്ങൾ മടങ്ങി വരുവാനിടയായിത്തരും. ദേശം മടങ്ങി വരുവാനിടയായിത്തരും. പിന്മാറ്റത്തിൽ നിന്ന് ആളുകൾ മടങ്ങി വരുവാനിടയായിത്തരും. അത്തരക്കാർ ഈ കാലങ്ങളിൽ ഇനിയും കൂടുതലായി എഴുന്നേൽക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതിനുവേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. തിമോത്തിയോസിനെ പോലെ നിർവ്യാജ വിശ്വാസത്തോടെ നല്ല മനസാക്ഷിയോടെ കർത്താവിന് ഇവിടെ നിൽക്കുവാൻ ആളുകളെ ദൈവം ഒരുക്കട്ടെ. തിമോത്തിയോസിനുള്ള മൂന്നാമത്തെ ഗുണം ഞാൻ നിങ്ങളോട് പറയാം. എന്തുകൊണ്ട് തിമോത്തിയോസിനെ തിരഞ്ഞെടുത്തു? രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന്, തിമോത്തിയോസില് നിർവ്യാജ വിശ്വാസം ഉണ്ടായിരുന്നു. രണ്ട്, പൗലോസിന് ഉറപ്പായിരുന്നു തിമോത്തിയോസ് നല്ല മനസാക്ഷിയോടെ വിശ്വാസത്തോടെ യുദ്ധസേവ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. മൂന്നാമത്തെ കാര്യം, തിമോത്തിയോസിനെ കുറിച്ച് നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, തിമോത്തിയോസിന് മേൽ ദൈവത്തിന്റെ കൃപാവരം ഉണ്ടായിരുന്നു. പൗലോസ് പറയുകയാണ്, എന്റെ കൈവപ്പിനാൽ നിന്നിലുള്ള ദൈവത്തിന്റെ കൃപാവരം നീ ജ്വലിപ്പിക്കണം. സ്തോത്രം. മറ്റൊരു ഭാഗത്ത് പറയുന്നു, മൂപ്പന്മാരുടെ കൈവപ്പിനാൽ നിന്നിലുള്ള ദൈവത്തിന്റെ കൃപാവരം ഉപേക്ഷയായി വിചാരിക്കരുത്. എന്തുകൊണ്ടാണ് തിമോത്തിയോസിനെ അവിടെ അയച്ചത്? കൃപാവരപ്രാപ്തനായ അഭിഷിക്തൻ, ദൈവത്തിന്റെ കൃപയുള്ള ഒരു ദൈവദാസൻ. സ്തോത്രം. നിശ്ചയമായും തെസലോനിക്കയെ ഉറപ്പിക്കുവാൻ ഈ ദൈവദാസൻ പോണമെന്ന് ആഗ്രഹിച്ചു. പ്രിയപ്പെട്ടവരെ, സ്തോത്രം, എന്തുകൊണ്ടാണ് തിമോത്തിയോസിനെ ദൈവം അയച്ചത്? സ്തോത്രം, നിർവ്യാജ വിശ്വാസമുള്ളവനായിരുന്നതുകൊണ്ട്. എന്തുകൊണ്ടാണ് തിമോത്തിയോസിനെ അയച്ചത്? സ്തോത്രം, തിമോത്തിയോസിന് നല്ല മനസാക്ഷി ഉണ്ടായതുകൊണ്ട്. എന്തുകൊണ്ടാണ് തിമോത്തിയോസിനെ അയച്ചത്? തിമോത്തിയോസിന് മേൽ ദൈവത്തിന്റെ കൃപാവരം വെളിപ്പെട്ടതുകൊണ്ട്. പ്രിയപ്പെട്ടവരെ, സ്തോത്രം, ഇങ്ങനെയുള്ള തിമോത്തിയോസുമാർ ദേശത്ത് എഴുന്നേൽക്കട്ടെ, സഭകളിൽ എഴുന്നേൽക്കട്ടെ. ആടി നിൽക്കുന്ന, ഉലഞ്ഞു നിൽക്കുന്ന, ഇളകി നിൽക്കുന്ന ആയിരങ്ങളെ സ്ഥിരപ്പെടുത്താൻ അത് മുഖാന്തരമാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇതൊരു വല്ലാത്ത കാലമാണ്. ഇതൊരു വല്ലാത്ത കാലമാണ്. നാം വിശ്വാസത്തിൽ ഉറക്കേണ്ടത് അത്യാവശ്യം. നാം പ്രാപിച്ചിരിക്കുന്ന വെളിപ്പാടിൽ ഉറച്ചു നിൽക്കേണ്ടത് അത്യാവശ്യം. പൗലോസ് എന്ന് പറയുന്ന ദൈവമനുഷ്യൻ പറയുക, തെസലോനിക്കർ കുലുങ്ങാൻ ഞാൻ സമ്മതിക്കത്തില്ല, അവർ കുലുങ്ങാൻ പാടില്ല. ഇനി ഞാൻ പറയാൻ പോകുന്ന മൂന്നാമത്തെ കാര്യം, എന്തുകൊണ്ടാണ് പൗലോസ് ഇങ്ങനെ തെസലോനിക്കർ കുലുങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞ് തിമോത്തിയോസിനെ അയച്ചത്? താൻ അസ്വസ്ഥനായത് എന്തുകൊണ്ടാണ്? അവർ കുലുങ്ങിയാൽ എന്താണ് കുഴപ്പം? അല്ലേ? പല ആൾക്കാർക്കും അങ്ങനെ ഒരു ചിന്തയുണ്ട്. ആര് കുലുങ്ങിയാലും എനിക്കൊന്നുമില്ല, ആര് പിന്മാറിയാലും എനിക്കൊന്നുമില്ല, ആര് നഷ്ടപ്പെട്ടാലും എനിക്കൊന്നുമില്ല എന്ന ചിന്തയുള്ളവരുമുണ്ട്. പക്ഷേ പൗലോസ് എന്ന് പറയുന്ന ദൈവമനുഷ്യന് അങ്ങനെ അവരെ വിട്ടുകളയാൻ പറ്റില്ല.
അങ്ങനെ അവരെ നാശത്തിലേക്ക് വിട്ടുകളയുവാൻ പൗലോസിന്റെ ഹൃദയത്തിൽ താല്പര്യമില്ല. അതിന് പൗലോസിന്റെ ഹൃദയം സമ്മതിക്കില്ല. എന്താണ് പൗലോസ് ഇങ്ങനെ അസ്വസ്ഥപ്പെടുന്നത്? അവരെ രക്ഷപ്പെടുത്തണം, അവരെ ഉറപ്പിക്കണമെന്ന് പറഞ്ഞ് തിമത്തിയോസിനെ അയച്ചത്. അതിന്റെ കാരണം കൂടെ പറഞ്ഞ് നമ്മളിവിടെ അവസാനിപ്പിക്കും. ഞാനും നിങ്ങളും വിശ്വാസത്തിൽ നിന്ന് പിന്മാറിയാൽ, ഞാനും നിങ്ങളും ഈ കർത്താവിനെ ഉപേക്ഷിച്ചാൽ എന്താണ് നഷ്ടം? എന്താണ് സംഭവിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. ആ കാര്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. സ്തോത്രം. നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. തെസ്സലോനിക്ക ലേഖനം 3-ാം അധ്യായത്തിന്റെ 1 തെസ്സലോനിക്കർ 3:5 പൗലോസ് പറയുകയാണ്, അത് നിമിത്തം എനിക്കൊട്ടും സഹിച്ചുകൂടാഞ്ഞിട്ട് പരീക്ഷകൻ നിങ്ങളെ പരീക്ഷിച്ചുവോ, ഞങ്ങളുടെ പ്രയത്നം വെറുതെ ആയിപ്പോയോ എന്ന് ഭയപ്പെട്ട് ഞാൻ നിങ്ങളുടെ വിശ്വാസത്തിന്റെ വസ്തുത അറിയാൻ ആളയച്ചു. പ്രിയപ്പെട്ടവരെ, എന്താണ് പൗലോസ് ഇങ്ങനെ അസ്വസ്ഥപ്പെടുന്നത്? എന്താണ് പൗലോസ് ഇങ്ങനെ വേദനപ്പെടുന്നത്? അതിന്റെ കാരണം അവിടെ എഴുതിയിരിക്കുന്നു. ഞാൻ അസ്വസ്ഥപ്പെടുവാൻ, ഞാൻ ഇങ്ങനെ കഷ്ടപ്പെടുവാൻ എനിക്കുള്ള കാരണം പരീക്ഷകൻ നിങ്ങളെ പരീക്ഷിച്ചു, ഞങ്ങളുടെ പ്രയത്നം വ്യർത്ഥമായി പോയോ, നഷ്ടമായി പോയോ എന്ന് ഞാൻ ഭയപ്പെട്ടു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങൾ പിന്മാറിപ്പോയാൽ എന്താ നഷ്ടം? ഒന്നാമത്തെ നഷ്ടം എനിക്കും നിങ്ങൾക്കും തന്നെയാണ്. എന്താണ് നഷ്ടം? പ്രൈസ് ദി ലോർഡ്. പിശാച് നമ്മളെ പരീക്ഷിക്കും. ഈ പോരാട്ടത്തിന്റെ നടുവിൽ പിശാച് പരീക്ഷിക്കുമ്പോൾ, ഈ കഷ്ടതയുടെ നടുവിൽ പിശാചിന് പരീക്ഷ ഉണ്ടാകും. ഈ പരീക്ഷയിൽ നാം ജയിച്ചില്ലെങ്കിൽ, നാം സഹിച്ചില്ലെങ്കിൽ എന്താ നമുക്ക് നഷ്ടം? ഈ കഷ്ടങ്ങളിൽ നാം കുലുങ്ങിപ്പോയാൽ, നാം പിന്മാറിപ്പോയാൽ എന്താ നഷ്ടം? യാക്കോബിന്റെ ലേഖനത്തിൽ യാക്കോബ് 1:12 പറയുന്നു, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. പ്രൈസ് ദി ലോർഡ്. കഷ്ടങ്ങളിൽ കുലുങ്ങിപ്പോയി വിശ്വാസം ത്യജിച്ചാൽ എന്താ നഷ്ടം? ആദ്യത്തെ നഷ്ടം നമുക്ക് തന്നെയാണ്. പ്രതിഫലം നഷ്ടമാകും. എന്ത് പ്രതിഫലമാണ് നഷ്ടമാകുന്നത്? നിത്യജീവൻ. സ്തോത്രം. ജീവകിരീടം നഷ്ടമാകും, നിത്യത നഷ്ടമാകും. വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിശ്വാസത്തിൽ നിന്ന് പിന്മാറിയാൽ, അവൻ സാമ്പത്തിക പ്രശ്നം നിമിത്തം, രോഗനിമിത്തം, എന്തെങ്കിലുമൊക്കെ കഷ്ട നിമിത്തം, മറ്റുള്ളവർ കളിയാക്കുന്നത് കൊണ്ടോ, മറ്റുള്ളവർ അപമാനിക്കുന്നത് കൊണ്ടോ, കുടുംബത്തിൽ നിന്നുള്ള എതിർപ്പ് നിമിത്തം, ദേശത്തു നിന്നുള്ള എതിർപ്പ് നിമിത്തം, അധികാരികളിൽ നിന്നുള്ള എതിർപ്പ് നിമിത്തം, എന്തുമാകട്ടെ, ഏത് തരത്തിലുള്ള കഷ്ടമോ പ്രതിസന്ധിയോ പ്രതികൂലമോ നിമിത്തമോ നിങ്ങൾ ഈ കർത്താവിനെ ഉപേക്ഷിച്ചാൽ, ഈ വിശ്വാസം ഉപേക്ഷിച്ചാൽ, ഏറ്റവും വലിയ നഷ്ടം നിങ്ങൾക്ക്, നിങ്ങളുടെ നിത്യത നിങ്ങൾ നഷ്ടമാക്കും. പൗലോസിനറിയാം, അയ്യോ അവരുപേക്ഷിച്ചാൽ നിത്യത നഷ്ടമാകും. നമുക്കറിയാം, നിത്യത നഷ്ടമാകും. തിരുവെഴുത്ത് പറയുന്നത്, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും തന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്തു പ്രയോജനം? മുടി ലോകത്തേക്കാൾ വിലയുള്ള നമ്മുടെ ആത്മാവ് നഷ്ടമായി കഴിഞ്ഞാൽ പിന്നെ നാം ഈ ലോകത്ത് കോംപ്രമൈസ് ചെയ്തതുകൊണ്ട്, അനുരഞ്ജനപ്പെട്ടതുകൊണ്ട് എന്തു നേട്ടമുണ്ടാക്കിയാലും ആ നേട്ടങ്ങളൊന്നും നമ്മുടെ ആത്മാവിന്റെ നഷ്ടത്തിന്റെ പരിഹാരമാവില്ല എന്ന് ദൈവമക്കൾ അറിയണം. അതുകൊണ്ട് പരീക്ഷയിൽ പിന്മാറി, കഷ്ടതയിൽ കുലുങ്ങിപ്പോയി പിന്മാറിപ്പോയാൽ ആത്യന്തിക നഷ്ടം നമുക്ക് തന്നെയാണ്, നിത്യത നഷ്ടമാകും. എന്നാൽ നമുക്കുണ്ടാകുന്ന നഷ്ടത്തോടൊപ്പം രണ്ടാമതൊരു ഒരു നഷ്ടം കൂടെ ഉണ്ട്. അതാണ് പൗലോസ് ഇവിടെ സൂചിപ്പിക്കുന്നത്, ഞങ്ങളുടെ പ്രയത്നം വ്യർത്ഥമായി പോകും എന്ന് പറഞ്ഞാൽ, ഇവരെ വിശ്വാസത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി പൗലോസും സ്തോത്ര കൂടെയുള്ളവരും തെസ്സലോനിക്കയിൽ എന്തുമാത്രം കഷ്ടം അനുഭവിച്ചു പൗലോസ് ഓർക്കുകയാണ്. സ്തോത്രം. ആ വേദഭാഗം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. സ്തോത്രം. തെസ്സലോനിക്ക ലേഖനം 1 തെസ്സലോനിക്ക 2:2 വാക്യം മുതൽ നാം ഇങ്ങനെ വായിക്കുന്നു, നിങ്ങൾ അറിയും പോലെ ഞങ്ങൾ ഫിലിപ്പിയിൽ വെച്ച് കഷ്ടവും അപമാനവും അനുഭവിച്ചിട്ടും വലിയ പോരാട്ടത്തോടെ ദൈവത്തിന്റെ സുവിശേഷം നിങ്ങളോട് പ്രസംഗിക്കാൻ ഞങ്ങളുടെ ദൈവത്തിൽ ഞങ്ങൾ ധൈര്യപ്പെട്ടിരുന്നു. സഹോദരന്മാരെ, ഞങ്ങളുടെ അധ്വാനവും പ്രയാസവും നിങ്ങൾ ഓർക്കുന്നുവല്ലോ. നിങ്ങളിൽ ആർക്കും ഭാരമായി തീരരുത് എന്ന് വെച്ച് ഞങ്ങൾ രാവും പകലും വേല ചെയ്തുകൊണ്ട് നിങ്ങളോട് ദൈവത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ 3 ശബത്തുകളിൽ 3 ആഴ്ച തെസ്സലോനിക്കയിൽ കഠിനമായ അധ്വാനം. നാം വായിക്കുന്നത് പോലെ ഫിലിപ്പിയിൽ വെച്ച് കഷ്ടവും അപമാനവും എന്ന് പറയുന്നത്, ഫിലിപ്പിയിലെ ജയിലിൽ പൗലോസ് കിടക്കേണ്ടി വന്നു. പ്രൈസ് ദി ലോർഡ്. ഒത്തിരി അപമാനങ്ങള്, ഒത്തിരി നിന്ദകള്, ഒത്തിരി കഷ്ടതകള്. പ്രൈസ് ദി ലോർഡ്. അവിടെ പറയുന്ന വാക്ക് ശ്രദ്ധിച്ചോ, വലിയ പോരാട്ടം. പ്രൈസ് ദി ലോർഡ്. അധ്വാനം. ഇതിനെല്ലാം പുറമെ
സ്തോത്രം. ഉപജീവനത്തിനായിട്ട് അധ്വാനം, കൂടാരപ്പണി എന്ന തന്റെ തൊഴിൽ, ആ വലിയ അധ്വാനം, രാത്രിയും പകലൊന്നുമില്ലാതെ കഷ്ടത, പ്രയാസം, പ്രതിസന്ധി, ഇതെല്ലാം അനുഭവിച്ചാണ് തെസ്സലോനിക്കയിൽ സുവിശേഷം പ്രസംഗിച്ചത്. പൗലോസ് പറയാ, ഞങ്ങളുടെ അധ്വാനം, ഞങ്ങളുടെ ആ കഷ്ടപ്പാട് ഒറ്റ കാര്യത്തിന് വേണ്ടിയാണ്. നിങ്ങൾ നിത്യതയിൽ കാണണം, നിങ്ങൾ ദൈവരാജ്യത്തിൽ കാണണം, നിങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതണം. ഞങ്ങളത് അതിനുവേണ്ടി അധ്വാനിച്ചു, അതിനുവേണ്ടി ഞങ്ങളുടെ ശരീരത്തിൽ അടിയേറ്റു, ഞങ്ങൾ അതിനുവേണ്ടി ഒത്തിരി അപമാനമേറ്റു, ഒത്തിരി പ്രതിസന്ധി സഹിച്ചു. ഇതെല്ലാം സഹിച്ച് നിങ്ങളോട് സുവിശേഷം പ്രസംഗിച്ചു, നിങ്ങൾ വിശ്വാസത്തിൽ വന്നു. പക്ഷേ നിങ്ങളിപ്പോൾ പിന്മാറിപ്പോയാൽ, നിങ്ങൾ ഈ കഷ്ടത്തിന് നടുവിൽ കുലുങ്ങിപ്പോയാൽ, ഞങ്ങളുടെ ആ അധ്വാനം, ഞങ്ങളുടെ ആ കഷ്ടപ്പാട് അത് വിലയില്ലാത്ത ഒന്നായിട്ട് മാറും. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇന്ന് ഈ വചനം കേൾക്കുന്ന നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ഈ കർത്താവിനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ അറിയുന്നതിന് പിന്നിൽ നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട, നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ച, അനേകര് കണ്ണീരൊഴുക്കി, രാത്രികളെ പകലുകളാക്കി കരഞ്ഞ് നിലവിളിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച, നിങ്ങൾക്ക് വചനം പറഞ്ഞു തന്ന, സ്തോത്രം, നിങ്ങൾക്ക് വേണ്ടി ഒത്തിരി പോരാട്ടത്തോടെ അധ്വാനിച്ച, കരഞ്ഞ, പ്രാർത്ഥിച്ച അനേകരുടെ കണ്ണുനീരിന് വിലയില്ലാതായി മാറും, അധ്വാനത്തിന് വിലയില്ലാതായി മാറും. അതെല്ലാം വ്യർത്ഥമായി മാറും. എപ്പോഴാണെന്നറിയാമോ? നിങ്ങൾ ഈ കർത്താവിനെ ഉപേക്ഷിക്കുമ്പോൾ. ഏറ്റവും വലിയ നഷ്ടം നിങ്ങൾക്ക് നിത്യത നഷ്ടമാകുമെന്നുള്ളത് തന്നെയാണ്. അപ്പോൾ തന്നെ അനേകരുടെ കണ്ണുനീരിൻ്റെയും പ്രയത്നത്തിൻ്റെയും ഫലം നഷ്ടമായി പോകും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് പ്രൈസ് ദി ലോർഡ്, എന്ത് പോരാട്ടം വന്നാലും, എന്ത് കഷ്ടം വന്നാലും നാം ഉറപ്പോടെ നിൽക്കണം. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, തിമത്തിയോസിനെ ഞാൻ അവിടെ അയച്ചു. എന്താ സംഭവിച്ചത്? തിമത്തിയോസ് അവിടെ ചെന്നു, അവരെ ഉറപ്പിച്ചു, അവർക്ക് സുവിശേഷം പറഞ്ഞു കൊടുത്തു. അവരെ ഉറപ്പിക്കുന്നത് പരിശുദ്ധാത്മാവ്. വചനം പറയുന്നത് നമ്മെ ഉറപ്പിക്കുന്നത് പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവ് അവരെ ഉറപ്പിക്കുവാൻ വിശ്വാസത്തിന്റെ വചനം അവിടെ പറഞ്ഞു. കർത്താവിന്റെ വിശ്വസ്തതയെക്കുറിച്ച് തിമത്തിയോസ് പറഞ്ഞു, അല്ലെ, കർത്താവ് നടത്തുന്നവനാണെന്ന് അവിടെ പറഞ്ഞു. അവരെ വചനം പറഞ്ഞ് ഉറപ്പിച്ചു. അവന്റെ പ്രവർത്തനങ്ങളെ, അല്ലെ, തിമത്തിയോസിന്റെ പ്രവർത്തനങ്ങൾ ഒരു വലിയ ദൈവപ്രവൃത്തി ഉണ്ടാക്കി. സംഭവിച്ചത് എന്താ? അവർ ഉറച്ചു നിന്നു. കഷ്ടങ്ങളിൽ അവർ കുലുങ്ങിയില്ല, ആ പ്രശ്നങ്ങളിൽ അവർ താണുപോയില്ല. ശത്രു എത്ര പരിശ്രമിച്ചിട്ടും അവർ പരാജയപ്പെട്ടില്ല. ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാരെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വലിയൊരു ദാസന്മാരെ, നിങ്ങളോട് ഞാൻ പറയുക, നിങ്ങളെ കുലുക്കി കളയുവാൻ, നിങ്ങളെ പിന്മാറ്റത്തിലേക്ക് നയിക്കുവാൻ ലോകവും ജഡവും പിശാചും എത്രയൊക്കെ പ്രവർത്തനങ്ങൾ നടത്തിയാലും, എത്രയൊക്കെ അധ്വാനിച്ചാലും, കുടുംബത്തിൽ നിന്ന് വരുന്ന പ്രശ്നമാകട്ടെ, അല്ലെ ദേശത്തു നിന്ന് വരുന്ന പ്രശ്നമാകട്ടെ, അല്ലെ ചുറ്റുപാടിൽ നിന്ന് വരുന്ന പ്രശ്നമാകട്ടെ, ഏതു മേഖലയിൽ നിന്ന് പ്രതിസന്ധിയാണെങ്കിലും അതിനു മുമ്പിൽ അടിയറ വെക്കേണ്ടതല്ല നീ പ്രാപിച്ച വിശ്വാസം, നീ അറിഞ്ഞ, അല്ലെ, ഈ കൃപ എന്ന് പറയുന്നത്. ധൈര്യത്തോടെ ഉറപ്പോടെ നിന്ന് യേശു പറഞ്ഞതുപോലെ, എന്റെ ഈ വചനങ്ങളെ കേട്ടു ചെയ്യുന്നവനെല്ലാം പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. ഇന്ന് പകൽ ആഴക്കുഴിച്ച് പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനെ പോലെ തിരുവെഴുത്തിൽ അടിസ്ഥാനപ്പെട്ട്, ക്രിസ്തുവിൽ അടിസ്ഥാനപ്പെട്ട് ആമേശ്വര ജീവിക്കുന്ന ഒരു ജീവിതം ഞാനും നിങ്ങളും നയിച്ചാൽ ഒരു ശക്തിക്കും നമ്മെ കുലുക്കി കളയാൻ കഴിയില്ല, ഒരു ശക്തിക്കും നമ്മെ തകർക്കുവാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മുടെ വിശ്വാസം വർദ്ധിക്കട്ടെ. വിശ്വാസം എങ്ങനെ വർദ്ധിക്കുന്നത്? വിശ്വാസ കേൾവിയാലും, കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വർദ്ധിക്കുന്നു. തിരുവെഴുത്ത് വായിക്കാം, ധ്യാനിക്കാം, ദൈവത്തിന്റെ വചനങ്ങൾ, വിശ്വാസത്തിന്റെ ദൂതുകൾ കേൾക്കാം, വചനത്തിൽ ആഴമായി ഉറയ്ക്കാം, കർത്താവിൽ ആഴമായി ഉറയ്ക്കാം. നമ്മുടെ വിശ്വാസം ഉറയ്ക്കട്ടെ. ക്രിസ്തു എന്ന പാറമേൽ നാം അടിസ്ഥാനപ്പെട്ട് വളർന്നട്ടെ. പ്രൈസ് ദി ലോർഡ്. ഈ കാലങ്ങളിൽ നമ്മെ ഇളക്കുവാൻ, നമ്മെ കുലുക്കുവാൻ ഏതൊക്കെ ശക്തികൾ ശ്രമിച്ചാലും കുലുങ്ങത്തില്ലെന്ന് നമുക്ക് തീരുമാനിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ ഞങ്ങളെ കുലുക്കാതെ നിലനിർത്തുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അനുഗ്രഹിക്കപ്പെട്ട റിസൾട്ട് വന്ന് തിമത്തിയോസ് വന്ന് പൗലോസിനോട് പറഞ്ഞപ്പോൾ വചനം വായിക്കുന്നു, പൗലോസ് ആശ്വാസം പ്രാപിച്ചു, സന്തോഷിച്ചു. കാരണം അതിന്റെ അധ്വാനം, ഉറക്കളപ്പ്, ജയിൽവാസം, ഇതിനെല്ലാം അവരിതെല്ലാം നഷ്ടമായി പോകും. അവരുടെ നിത്യ നഷ്ടമാകുമെന്ന്, നിത്യത നഷ്ടമാകുമെന്ന് പൗലോസ് ചിന്തിച്ചു. അതൊന്നും സംഭവിച്ചില്ല. അവർ ഉറപ്പോടെ നിൽക്കുന്നു. നിങ്ങൾ ഉറപ്പോടെ നിൽക്കുന്നു, ക്രിസ്തുവിൽ ജീവിക്കുന്നു എന്ന് അറിഞ്ഞ് ഞങ്ങളും ജീവിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, 2024 ആണ്ടിൽ വെല്ലുവിളികൾ ഒത്തിരിയുണ്ട്, പ്രശ്നങ്ങൾ ഒത്തിരിയുണ്ട്. ശത്രു രണ്ട് രീതിയിൽ നിങ്ങളെ പരീക്ഷിച്ചേക്കാം. സ്തോത്രം. അനേകരെ മോഹത്തിലാക്കി, അനേക മോഹങ്ങളിലൂടെ അവന്റെ ദൈവത്തിൽ ആളുകളെ അകറ്റിക്കൊണ്ടിരിക്കുക. ലോകമോഹം ദൈവത്തോട് ശത്രുത്വമാണെന്ന് വചനം പറയുന്നു. അനേകരെ, അല്ലെ, പ്രസംഗം പോലും മോഹം ജനിപ്പിക്കുന്ന, മോഹങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന, ലോകത്തിലേക്ക് ഇറക്കുന്നതാ. സ്തോത്രം. പിശാച് തന്ത്രപൂർവം, അല്ലെ, അവന്റെ അടുക്കലേക്ക് ആളുകളെ
വലിച്ചടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അധികാരത്തിന്റെ ശീതളിച്ചായമ നൽകി, അധികാരത്തിന്റെ വാഗ്ദാനങ്ങൾ നൽകി, പണത്തിന്റെ വാഗ്ദാനങ്ങൾ നൽകി, ലോകത്തിന്റെ വാഗ്ദാനങ്ങൾ നൽകി അനേകരെ വീഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് വഴങ്ങാച്ചവരെ കഷ്ടതയും പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഭവനത്തിൽ നിന്ന് പുറത്തുനിന്ന് എല്ലാ മേഖലയിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ വിശ്വാസം സംബന്ധിച്ച് നിങ്ങൾ പ്രബോധിപ്പിക്കപ്പെടേണ്ടത് ആവശ്യമാണ്. സഭയ്ക്കകത്ത് അത്ര പ്രബോധനങ്ങൾ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ദേശത്ത് അത്ര പ്രബോധനങ്ങൾ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അത്ര പ്രബോധനം പറയുന്ന തിമോത്തിയോസുമാരെ എഴുന്നേൽക്കട്ടെ. പൗലോസിനെ പോലെ ആത്മഭാരമുള്ള അഭിഷിക്തന്മാർ എഴുന്നേൽക്കട്ടെ. നഷ്ടപ്പെട്ടു പോകുന്നവരെ കുറിച്ചുള്ള കരുതലുള്ളവർ എഴുന്നേൽക്കട്ടെ. പ്രതിസന്ധിയിലായിരിക്കുന്നവർ വീഴാൻ സാധ്യത കൂടുതലാണെന്നറിഞ്ഞ് അവരെ കൂടുതൽ കരുതുവാൻ, അവർക്ക് വേണ്ടി കരയുവാൻ, പ്രാർത്ഥിക്കുവാൻ, അവരെ വിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്തുവാൻ നമുക്ക് കഴിയട്ടെ പ്രിയമുള്ളവരെ. കാരണം ഒരു ആത്മാവിന്റെ വില ഒരു ലോകത്തെക്കാളും വിലയുള്ളതാണ്. ഇന്ന് ഈ വചനം കേട്ട ഒറ്റ വ്യക്തികൾ പോലും കുലുങ്ങിപ്പോകുവാൻ ഇടവരരുത്. ഒരു പ്രശ്നം വന്നാലും കുലുങ്ങുവാൻ ഇടവരരുത്. എന്ത് പ്രതിസന്ധി വന്നാലും ഉറപ്പോടെ നിൽക്കുവാൻ ദൈവം നിങ്ങൾക്ക് കൃപ തരട്ടെ. പ്രൈസ് ദി ലോർഡ്. ഞാൻ എൻ്റെ വാക്കുകളെ ഇന്നിവിടെ അവസാനിപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പൗലോസിന്റെ ഹൃദയത്തിലെ വലിയ ആഗ്രഹം തെസ്സലോനിക്കർ കുലുങ്ങിപ്പോകരുത്. അതിന് തിമോത്തിയോസിനെ അയക്കുക. പ്രൈസ് ദി ലോർഡ്. തിമോത്തിയോസിനെ അവിടെ അയച്ചു. പ്രിയപ്പെട്ടവരെ, അവനോട് ഒരു വലിയ പ്രവൃത്തി ചെയ്തു. അവരെ ഉറപ്പിച്ചു നിർത്തി. പ്രിയപ്പെട്ടവരെ, നാം പ്രതിസന്ധികളുടെ നടുവിൽ, പ്രശ്നങ്ങളുടെ നടുവിൽ കുലുങ്ങിപ്പോകരുത്. നാം കുലുങ്ങാതിരിക്കണമെങ്കിൽ നമുക്ക് വിശ്വാസം സംബന്ധിച്ചുള്ള പ്രബോധനങ്ങൾ ലഭിക്കണം. പ്രൈസ് ദി ലോർഡ്. 24 മണിക്കൂറും TV തുറന്ന് സ്തോത്രം നന്മയുടെയും പ്രോസ്പെരിറ്റിയുടെയും മാത്രം പ്രസംഗം കേട്ടുകൊണ്ടിരുന്നാൽ കഷ്ടങ്ങളെ സഹിക്കുവാനുള്ള വിശ്വാസം നിങ്ങൾക്കുണ്ടാകില്ല. അതുകൊണ്ട് വിശ്വാസത്തിൽ ഉറപ്പിക്കുന്ന, വിശ്വാസത്തെ ധൈര്യപ്പെടുത്തുന്ന ആത്മീയ ദൂതുകൾ കേൾക്കുകയും തിരുവെഴുത്ത് ധ്യാനിക്കുകയും ചെയ്യുക. നിങ്ങൾ വിശ്വാസത്തിൽ ഉറക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. അവസാനമായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ പിന്മാറിപ്പോയാൽ നിങ്ങൾക്കാണ് ഏറ്റവും വലിയ നഷ്ടം. നിങ്ങളുടെ ആത്മാവിന് നിത്യത നഷ്ടമാകും. അപ്പോൾ തന്നെ മറ്റുള്ളവർ നിങ്ങൾക്ക് വേണ്ടി കരഞ്ഞതിനും പ്രാർത്ഥിച്ചതിനും നിങ്ങളോട് വചനം പങ്കുവെച്ചതിനും അവരനുഭവിച്ച കഷ്ടവും അധ്വാനവും വർദ്ധാവായി മാറും. അതിന് നിങ്ങൾ ഒരു കാലത്തും അനുവദിക്കരുത്. കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, പരിശുദ്ധനത്തിനുമായി ഞങ്ങളുടെ സ്വർഗ്ഗ നല്ല പിതാവേ, ഈ മനോഹരമായ സമയത്തിനായി ഞങ്ങൾ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യും. കർത്താവേ, വിശ്വാസത്തിൽ അനേകർ കുലുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് കഷ്ടങ്ങളും പ്രതിസന്ധികളും അനേകരെ കുലുക്കുമ്പോൾ കർത്താവെ, ഇന്ന് ഈ വചനം കേട്ട സകല ദൈവമക്കളെയും ദൈവം വിശ്വാസത്തിൽ ഉറപ്പിക്കണമേ. കഷ്ടങ്ങൾ അവരെ കുലുക്കുവാൻ അനുവദിക്കരുത്. പ്രതിസന്ധികൾ അവരെ കുലുക്കുവാൻ അനുവദിക്കരുത്. പിശാചിന്റെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞ് കഷ്ടങ്ങളിൽ ശക്തിയോടെ നിൽക്കുവാൻ, വിശ്വാസത്തോടെ നിൽക്കുവാൻ അങ്ങയുടെ ജനത്തിന് കൃപ കൊടുക്കണമേ. നിന്റെ നാമത്തിൽ അവരെ ഉറപ്പിക്കണമേ. പരിശുദ്ധാത്മാവിനെ വിശ്വാസത്തിൽ ഉറപ്പിക്കണമേ. അവരെ അങ്ങയുടെ വരവിന് വേണ്ടി, അവിടുത്തെ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കണമേ. കർത്താവെ, അവർ നഷ്ടപ്പെട്ടു പോയാൽ കർത്താവരുടെ നിത്യ നഷ്ടമാകും. അനേകരുടെ പ്രയത്നം വിഫലമായി പോകും. കർത്താവെ, അങ്ങ് അതിനനുവദിക്കരുത്. എല്ലാവരും നിലനിർത്തണമേ. ഇനി വചനം കേട്ട സകലരും യുവജനം മൂലം അനുഗ്രഹിക്കപ്പെടണമേ. സകലരും നിത്യതയിൽ കാണുവാൻ കർത്താവ് സംഗതിയാക്കണമേ. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ വലിയൊരു നാമത്തിൽ തന്നെ ആമേൻ. ഇത്രത്തോളം സമയം ദൈവത്തിന്റെ വചനം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടെ വന്ദനം പറയുന്നു. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു.